പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ചാലിയത്ത് മുസ്ലിം ജമാഅത്ത് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി തങ്ങൾ നിർവഹിച്ചു. ദേവാലയങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഭക്തി, സ്നേഹം, ഐക്യബോധം എന്നിവ ദേവാലയങ്ങൾക്ക് പുറത്തും പ്രകടമാക്കണമെന്ന് തങ്ങൾ പറഞ്ഞു. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ചാലിയത്ത് മുസ്ലിം ജമാഅത്ത് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നടത്തി. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവാലയങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഭക്തി, സ്നേഹം, ഐക്യബോധം എന്നിവ ദേവാലയങ്ങൾക്ക് പുറത്തും പ്രകടമാക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദേവാലയങ്ങളുടെ ഉള്ളിൽ നിർവഹിക്കപ്പെടുന്ന ആരാധനയുണ്ട്, അതോടൊപ്പം ദേവാലയത്തിന് പുറത്തും നമ്മൾ നിർവഹിക്കുന്ന ആരാധന. ഇസ്ലാം വിശ്വാസപ്രകാരം നമ്മൾ ഒരാളോട് ഹൃദയം തുറന്നു പുഞ്ചിരിച്ചാൽ തന്നെ അത് വലിയ ആരാധനയാണ്. അത് ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. മുന്നിൽ വരുന്ന ആരായാലും അത് അവനവന്റെ മതം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. മുന്നിൽ വരുന്ന മനുഷ്യനോട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നത് തന്നെ ആരാധനകളിൽ പെട്ടതായിട്ടാണ് വിശുദ്ധ ദീൻ ഇസ്ലാം എണ്ണുന്നത്. ഓരോ മതവും വിഭാവനം ചെയ്യുന്ന പോലെ തന്നെയാണ് മനുഷ്യ സ്നേഹവും സാഹോദര്യവും ഒക്കെയാണ്. ആ വലിയ കാഴ്ചകൾ ഈ തേവലക്കരയിൽ നമുക്ക് നിരന്തരമായി കാണുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു സുഹൃതമായിട്ട് നമുക്ക് എണ്ണുവാൻ സാധിക്കും. വിശ്വാസങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കുന്നു, അന്യന്റെ വിശ്വാസത്തെ നമ്മൾ ആദരിക്കുന്നു. അതുതന്നെയാണ് പാരസ്പര്യം. സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും അന്യന്റെ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ ആദരിക്കുവാൻ കേരളീയ സമൂഹം തയ്യാറാകുന്നു. അതിനെ തള്ളി പറയുന്നില്ല. നമുക്ക് ഒരുമിച്ച് മുന്നേറുവാൻ സാധിക്കുന്നത് അതിലൂടെയാണ്. ഒരു ദേശത്തെ കെട്ടിപ്പടുക്കുവാൻ കഴിയുക ആ ദേശത്തെ വസിക്കുന്ന എല്ലാവരുടെയും ഒരുമയിലൂടെയും കൂട്ടായ്മയിലൂടെയുമാണ്. കേരളം നേടിയ നേട്ടങ്ങൾക്കൊക്കെ കാരണം തന്നെയാണ്. തുടർന്ന് നടത്തിയ പൊതുസമ്മേളനത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ആത്മീയത ഉണ്ടെങ്കിൽ, ദൈവത്തിലേക്കുള്ള നേരിട്ടുള്ള സംബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ തീവ്ര ചിന്താഗതികൾ ഉണ്ടാകുകയില്ല എന്നാണ്. ഏത് മതമാണെങ്കിലും അങ്ങനെ തന്നെയുണ്ട്. നമ്മുടെ ഈ ആചാരങ്ങളെല്ലാം കൂടുതലും നമ്മളെ ഒരു സമൂഹത്തിൽ നന്നായി പെരുമാറാൻ വേണ്ടി മാത്രമാണ് ഉപകരിക്കുന്നത്. ദൈവത്തിലേക്കുള്ളത് നമ്മുടെ പ്രാർത്ഥനകളാണ്. അപ്പോൾ അത് നിർവഹിക്കാനുള്ള ഇടങ്ങളാണ് ഓരോ ആരാധനാലയങ്ങളും. ആ ഒരു ഇവിടെ നമ്മുടെ ചാലിയത്ത് ജമാഅത്ത് ഏതാണ്ട് 2500 കുടുംബങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ്. ജമാഅത്ത് പ്രസിഡന്റ് ബദറുദ്ദീൻ കൈമവീട് അധ്യക്ഷത വഹിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA, ഷിബു ബേബി ജോൺ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അനുമോദന പ്രഭാഷണം നിർവഹിച്ചു. കൗൺസിൽ ചെയർമാൻ UA ബഷീർ സാദിഖ് അലി തങ്ങളെ ആദരിച്ചു. പേരാട്ട് സലീം, സുജിത്ത് വിജയൻപിള്ള MLAയും സാധുസഹായ സമിതി കൺവീനർ കാക്കോന്റെ സലീം, മുൻ മന്ത്രി ഷിബു ബേബി ജോണിനെയും താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് ഇബ്രാഹിംകുട്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ഡോക്ടർ നഹാസ് എന്നിവരെയും ജമാഅത്ത് മുൻ ഭാരവാഹികളെയും ആദരിച്ചു. ചീഫ് ഇമാം ഹാമിദ് ബാഖവി തോന്നക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അൻസർ അക്സനി, ഇബ്രാഹിം പള്ളിക്കൽ, തൽഖത്തുർ അൻസാരി, IM ഷാഫി, റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. സുവനീർ കമ്മിറ്റി കൺവീനർ തേവലക്കര ബാദുഷ, ജോയിന്റ് കൺവീനർ തസ്ലിം വലിയവിളിയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മസ്ജിദിന്റെ ചരിത്രം ഉൾപ്പെടെ രേഖപ്പെടുത്തിയ മീറാസ് അഥവാ പൈതൃകം എന്ന പേരിൽ തയ്യാറാക്കിയ സുവനീർ സാദിഖ് അലി തങ്ങൾ പ്രകാശനം ചെയ്തു. അൻവർ, മജീദ് പിള്ളവീട്, സമീർ കല്ലിയത്ത്, മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.